സർ, ഈ സഭയിലെ ഇങ്ങനൊരു പ്രമേയം ചർച്ച ചെയ്യാൻ കഴിഞ്ഞാൽ ഞാൻ വളരെ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. കാരണം നമ്മുടെ രാജ്യത്തെ വിയോജിപ്പിന്റെ ഒരു ചെറിയ ശബ്ദം പോലും ഉയരാൻ പാടില്ല എന്ന ഒരു സാമാന്യ അന്തരീക്ഷം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരള നിയമസഭ വിയോജിപ്പിന്റെ ശബ്ദത്തെ ആഘോഷിക്കുന്ന ഏറ്റവും നല്ല ഒരു ദിവസമായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ്. വേണമെങ്കിൽ ഈ ചർച്ച ഒഴിവാക്കാൻ ആവശ്യമായ നിലപാടും സ്പീക്കർക്ക് തീരുമാനിക്കാമായിരുന്നു. പക്ഷേ ഈ ചർച്ച നടക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ച സമയത്ത് ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. 1950കളിൽ ഞാൻ പെരിന്തൽമണ്ണ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ചെന്നിത്തല സിന്ദാബാദ് എന്ന് പറഞ്ഞിട്ടുള്ള ജാഥ കാണും, KSUവിന്റെ ജാഥ. ഈ ചെന്നിത്തല എന്ന് പറയുന്ന ഒരാളാണോ ഒരു നാടാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി, ഈ ചെന്നിത്തലയെ കാണാൻ വേണ്ടി ഒരിക്കൽ പോയി. അപ്പൊ അദ്ദേഹം അവിടെ പ്രസംഗിക്കുകയാണ്. മനുഷ്യന്റെ തലയ്ക്കും തെങ്ങിന്റെ കുലയ്ക്കും വിലയില്ലാത്ത നായനാരുടെ ഭരണം എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം. ഞാൻ പലപ്പോഴും അവിടെ ഇരുന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുകയും അദ്ദേഹത്തെ ആക്ഷേപിക്കുകയല്ല, അദ്ദേഹം തീരെ വളരാത്ത രീതി വീണ്ടും തുടരുകയാണ്. KSUവിന്റെ പ്രസിഡന്റ് പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് വിമർശനങ്ങൾ ഉന്നയിക്കാം, ആക്ഷേപങ്ങൾ ഉന്നയിക്കാം, പക്ഷെ അല്പം കൂടി വളർച്ച കാണിക്കണം. ഇവിടെ ഇപ്പം അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ച് ഉത്തരവാദപ്പെട്ടൊരു സഭാവേദിയിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യങ്ങൾക്ക് വസ്തുതയും യുക്തിയും ഉണ്ടോ എന്ന് നോക്കണ്ടേ. EMS സ്മൃതി അവിടെ ലൈബ്രറി പൊളിച്ചു കളഞ്ഞു, ഉണ്ടായിട്ടില്ല. അവിടെ പുതിയ EMS സ്മൃതി ഉണ്ടാക്കാൻ 82 ലക്ഷം രൂപ ശരത്ത് എന്ന് പറയുന്ന കൈരളി TVയിലെ പത്രലേഖനം കൊടുത്തു, ഉണ്ടായിട്ടില്ല. FOD ഫസ്റ്റ് ഓൺ ഡെമോക്രസി സംഘടിപ്പിച്ച MIT പൂനെക്ക് 5 കോടി കൊടുത്തു. 1 രൂപ കൊടുത്തു എന്ന് നിങ്ങൾ തെളിയിച്ചാൽ, 1 രൂപ കൊടുത്തു എന്ന് നിങ്ങൾ തെളിയിച്ചാൽ ഞാൻ ഈ പണി നിർത്തും. PA വിളിച്ചു, എന്റെ അഡീഷണൽ PA വിളിച്ചപ്പോ എതിർത്തു, നമ്മൾ എതിർത്തു. അദ്ദേഹം മറ്റന്നാൾ നിയമസഭാ സമ്മേളനം ചേരാനിരിക്കുമ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു ടെലിഫോൺ കോളിലൂടെ നിയമസഭാ സമ്മേളനത്തിന്റെ പ്രവർത്തികൾക്ക് ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ തിരുവനന്തപുരത്ത് എത്തണമെന്ന് പറഞ്ഞാൽ അതിലൊരു മര്യാദകേടുണ്ട്. എന്നോട് എറണാകുളത്ത് എത്തണമെന്ന് മര്യാദ എന്നോട് ചില ആളുകൾ ചോദിച്ചു, നിങ്ങൾ ഒരു ഇൻസുലേഷനുമില്ലാതെ സ്പീക്കറുടെ ഒരു പരിവേഷമില്ലാതെ അന്വേഷിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞാണല്ലോ, പിന്നെ നിങ്ങൾ നിങ്ങളുടെ PA വിടാതെ പോയത്? ഞാൻ പറഞ്ഞു, അത് എന്റെ മര്യാദ, ആ മര്യാദ ഞാൻ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നു. പക്ഷെ അതേ മര്യാദ തിരിച്ചു പണ്ട് പോയില്ല എന്നല്ല പറഞ്ഞത്. 8-ാം തീയതി അവിടെ ഹാജരാകുമെന്ന് അറിയിച്ചു. അറിയിച്ചതിന് ശേഷം നമ്മുടെ പ്രിമൈസസിൽ വെച്ചുള്ള ലീഗൽ പ്രോസസ്സിംഗിന് സ്പീക്കറുടെ പെർമിഷൻ വാങ്ങുക എന്നൊരു രീതി കൂടി ഉണ്ട് എന്ന് അവരെ അറിയിച്ചു. അറിയിക്കുന്നത് വരില്ല എന്നല്ല, അപ്പോൾ PA പറഞ്ഞയക്കാതിരിക്കാൻ വേണ്ടി തടസ്സപ്പെടുത്തി എന്ന് പറയുന്നത് ഒരു കാരണവശാലും ശരിയല്ല. ഡോക്ടർ മുനീർ, അദ്ദേഹം പ്രഗത്ഭനായ ഒരു പിതാവിന്റെ മകനാണ്. പക്ഷെ അദ്ദേഹത്തിന് പകർന്നാട്ടം അറിയാമെന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ഏറ്റവും നല്ല കഴിവാണ് ഈ പകർന്നാട്ടം. ഒരു ഭാഗത്ത് കത്തിയും അതേ സമയത്ത് മിനുക്കുമെടുത്ത് ആടാൻ ശേഷിയുള്ള പകർന്നാട്ടക്കാരുടെ രീതിയിലാണ് അദ്ദേഹം പെരുമാറിയത്. അദ്ദേഹം ഒരു മൊഴിയെക്കുറിച്ചുള്ള പറഞ്ഞു. ഏത് മൊഴി? ആരുടെ മൊഴി? അദ്ദേഹം മൊഴി കണ്ടിട്ടുണ്ട്. പത്രങ്ങളിൽ വന്ന വാർത്തയ്ക്ക് ഞാൻ പ്രതികരിച്ചില്ല. എനിക്കൊരു ഉത്തരവ്, എനിക്കതിന് ഒഴിവില്ല. ഏതെങ്കിലും പത്രകന്മാരുടെ മനോബുദ്ധി തെളിഞ്ഞു വരുന്ന വാർത്തകളുടെ പിന്നാലെ പോയിട്ട് കിണ്ണം കട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കേണ്ട വിഡ്ഢിയല്ല ഞാൻ. ചോദിക്കുന്നത് എന്നോട് ചോദിക്കട്ടെ, ആവശ്യമുള്ള വിവരങ്ങൾ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. പത്രവാർത്തകളെ മാത്രം അടിസ്ഥാനമാക്കിയിട്ട് പലതും ആസൂത്രണം ചെയ്ത ചരിത്രവും പാരമ്പര്യവും നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. കയ്യിലുള്ള ചാനലിനെ ഉപയോഗപ്പെടുത്തിയിട്ട് ചില പള്ളികൾ നടത്തിയ പാരമ്പര്യവും ഉണ്ടാവും. പക്ഷെ അത് നമ്മുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കരുത്. ഞാനിവിടെ പറയുന്നത്, ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ, ഈ പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളിൽ ഏതാണ്ടെല്ലാം യുക്തിരഹിതമാണെന്ന് ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു.
വെള്ളം കുടിക്കും. വെള്ളം കുടിക്കാതെ കേട്ടുകേൾവികളെയും ഊഹാപോഹങ്ങളുടെയും വില കുറഞ്ഞ അപവാദങ്ങളുടെയും പിൻബലത്തിൽ നിയമസഭയുടെ അധ്യക്ഷവേദിക്കെതിരെ ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം കൊണ്ടുവന്ന പ്രതിപക്ഷ നേതാവെന്നും നിങ്ങൾക്ക് അഭിമാനിക്കാം. അതാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത്. ഇതൊരു കാരണവശാലും ഒരു കീഴ്വഴക്കമാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അപക്വമായ രീതി ഭാവിയിലും ആവർത്തിക്കാൻ തുനിഞ്ഞാൽ അത് ജനാധിപത്യത്തെ ശുഷ്കമാക്കും, ദുർബലപ്പെടുത്തും. കഴിഞ്ഞ 4.25 വർഷക്കാലം അധ്യക്ഷവേദിയിൽ നിന്ന് നീതി കിട്ടില്ല എന്ന കാര്യമായ ഒരു പരാതിയും ഈ സഭയിൽ വന്നിട്ടില്ല. പ്രതിപക്ഷത്തിന്റെ ശബ്ദത്തിന് കുറവുണ്ടാകാതിരിക്കാൻ ആവുന്നവിധം ഞാൻ പരിശ്രമിച്ചു. ഇപ്പോൾ അങ്ങാടി തോറ്റതിന് അമ്മയോടെ എന്ന പഴഞ്ചൊല്ലിനെ അനുസരിക്കുന്ന രീതിയാണ് നമ്മൾ വരുന്നത്. സർ, ഗോഡ് ഫാദർ എന്ന സിനിമയിൽ രംഗുണ്ട്. നാടകാചാര്യനായ NN പിള്ള മുഖ്യ കഥാപാത്രമായിട്ടുള്ള സിനിമയാണ്. അദ്ദേഹത്തിന് 5 മക്കളെ ഇങ്ങനെ നിയന്ത്രിച്ച് പിടിച്ച് നിർത്തിയിരിക്കണം. ഗോഡ് ഫാദർ അല്ലേ? അതിലൊരു കഥ, ഒരു മകൻ അച്ഛനറിയാതെ വിവാഹം ചെയ്ത് നയിക്കണം. അത് അറിഞ്ഞപ്പോൾ മക്കളെയും കൂട്ടിപ്പോയി. അപ്പൊ ഈ ഇന്നസെന്റായ മകൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മകനല്ല, ഞാൻ നിങ്ങളെ അറിയില്ലേ, അടിക്കടാ, എന്റെ മുഖത്തേക്ക് അടിക്കടാ, ഞാൻ അച്ഛനല്ലെങ്കിൽ അടിക്കടാ. വീണ്ടും പറഞ്ഞപ്പോൾ അടിക്കാതിരിക്കാൻ നിർത്തില്ലേ. അപ്പൊ ഓടിപ്പോയിട്ട് ഒറ്റ അടി കൊടുത്തു. അടിച്ച അച്ഛനെ അല്ല, തൊട്ടടുത്ത് നിന്നിരുന്ന സ്വന്തം അനിയനെയാണ്. ഇവിടെ ഗവൺമെന്റ് ചോദിച്ചുകൊണ്ടിരിക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയടാ, അഴിമതി ഉണ്ടെങ്കിൽ തെളിയിക്കടാ, അടിക്കാൻ പറ്റുമെങ്കിൽ അടിക്കടാ. ഈ ഗവൺമെന്റിനെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയടാ എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് അടിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് സ്പീക്കർ ചേട്ടത്തേക്ക് ഒരു അടി. ആ അടിയാണ് ഇപ്പൊ ഉമ്മർ നടത്തിയത്. ഉമ്മർ ഇന്നസെന്റിന്റെ പണി ചെയ്തത്. അത് ബൂമറാങ്ങാവും. ഉമ്മർ അടിച്ച അടി ഇന്നസെന്റിന്റെ അടി ബൂമറാങ്ങാവും. അത് കാരണത്തേക്ക് തിരിച്ചു വരുമെന്ന് ഓർമ്മിക്കണം. ഞാൻ പറയുന്നത് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിക്കണം, ഒരു വചനം ഓർമ്മിക്കണം. സത്യവിശ്വാസികളെ, ഊഹങ്ങളിൽ മിക്കതും നിങ്ങൾ വെടിയുക. തീർച്ചയായും ഊഹങ്ങളിൽ പലതും കുറ്റമാകുന്നു. നിങ്ങൾ ചിലരെ പറ്റി ദുഷിച്ചു പറയുകയും അരുത്. വിശുദ്ധ ഖുർആൻ ഇത് ഓർമ്മിക്കണം. ഉമ്മർ ഇത് ഓർമ്മിക്കണം. അതിന്റെ ശക്തി ഇപ്പൊ ബോധ്യമായില്ലേ? ഈ നോട്ടീസ് കൊടുത്തതിന്റെ പിറ്റേ ദിവസം സീറ്റ് പോയില്ലേ? ഉമ്മർ നോട്ടീസ് കൊടുത്തതിന്റെ പിറ്റേ ദിവസം സീറ്റ് പോയി. ഉമ്മറിന് മത്സരിക്കണമാരും പറ്റില്ലേ? ഉമ്മററിയാം. അവിശ്വാസ നോട്ടീസ് കൊടുത്തപ്പോഴേക്ക് സീറ്റ് പോയി എന്ന് പറയാൻ പത്രങ്ങൾ വന്നതാണ്. മനസ്സിലിട്ടോ? ഞാൻ ഉണ്ടായിരുന്നല്ലോ, നിങ്ങളൊക്കെ പറയാൻ ഉണ്ടായിരുന്നല്ലോ. ശരി, ഞാൻ പറയട്ടെ. എന്താണ് ചെയ്ത തെറ്റ്? ഞാൻ പറയട്ടെ. എന്താണ് ചെയ്ത തെറ്റ്? ഇവിടെ പറഞ്ഞതുപോലെ ലെജിസ്ലേച്ചർ ആക്ടിവിസം, ജുഡീഷ്യൽ ആക്ടിവിസം ഉള്ളതുപോലെ ലെജിസ്ലേച്ചർ ആക്ടിവിസം ഉണ്ട്. ലെജിസ്ലേറ്റർ ആക്ടിവിസത്തിലേക്ക് തലത്തേക്ക് നമ്മുടെ നിയമസഭ ഉയർത്താൻ ശ്രമിച്ചത് തെറ്റാണോ? മാറുന്ന കാലത്തോട് ചേർന്ന് നിൽക്കാൻ പദ്ധതികൾ ആവിഷ്കരിച്ചത് തെറ്റാണോ? ഭരണഘടനാ വെല്ലുവിളികൾ നേരിടുമ്പോൾ ഭരണഘടനാ ക്ലാസുകളിലൂടെ ബദൽ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവന്നത് ഇന്ത്യ രാജ്യമായി നിയമനിർമ്മാണത്തിൽ ജനകീയ പങ്കാളിത്തത്തിന് തുടക്കം കുറിച്ചത് തെറ്റാണോ? നിയമസഭയ്ക്ക് ഇന്ത്യയിൽ ആദ്യമായി മാധ്യമം കൊണ്ടുവന്നത് തെറ്റാണോ? പദ്ധതികൾ ആവിഷ്കരിച്ചത് തെറ്റാണോ? ഭരണഘടനാ വെല്ലുവിളികൾ നേരിടുമ്പോൾ ഭരണഘടനാ ക്ലാസുകളിലൂടെ ബദൽ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവന്നത് ഇന്ത്യ രാജ്യമായി നിയമനിർമ്മാണത്തിൽ ജനകീയ പങ്കാളിത്തത്തിന് തുടക്കം കുറിച്ചത് തെറ്റാണോ? നിയമസഭയ്ക്ക് ഇന്ത്യയിൽ ആദ്യമായി ബദൽ മാധ്യമം കൊണ്ടുവന്നത് തെറ്റാണോ? നിയമസഭയ്ക്ക് അല്ല, നിങ്ങൾ ഇവര് ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന തെറ്റുകൾ എന്നാണ് എനിക്ക് ബോധ്യമല്ല സർ. നിയമസഭയ്ക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ബദൽ മാധ്യമം കൊണ്ടുവന്നതാണോ? നിയമസഭാ പ്രവർത്തനങ്ങൾ എക്കാലത്തും ലഭ്യമാക്കാൻ നമ്മുടെ മാധ്യമരംഗത്ത് ഏറ്റവും പുതിയ അനുഭവമായ OTT പ്ലാറ്റ്ഫോം ഇന്ത്യ രാജ്യമായി തുടക്കം കുറിച്ചതാണോ? ഇവിടെ ജെയിംസ് മാത്യു പറഞ്ഞു, ഈ സഭയിലെ എല്ലാ അംഗങ്ങളുടെയും എല്ലാ വാക്കുകളും ലോകത്തെവിടെയിരുന്നു എന്നും കേൾക്കാൻ കഴിയുന്ന ഇന്ത്യയിൽ ആദ്യത്തെ നിയമസഭയായിട്ട് ഈ നിയമസഭ മാറുകയാണ്. അത് തെറ്റാണോ? നിർമ്മിച്ച നിയമങ്ങളുടെ അനുഭവങ്ങളെയും പരിമിതികളെയും വിശകലനം ചെയ്യുന്ന ഇമ്പാക്ട് സ്റ്റഡിക്ക് ഇന്ത്യയിൽ ആദ്യമായി തുടക്കം കുറിച്ചത് തെറ്റാണോ? 21 ഗ്രന്ഥങ്ങളിലൂടെ നിയമനിർമ്മാണത്തിന്റെ ചരിത്രം വിശകലനമാക്കിയത് തെറ്റായിരുന്നോ? നമ്മുടെ സ്വന്തം നടപടിക്രമങ്ങളുടെ ആധികാരിക ഗ്രന്ഥം
ശക്തൻ കൗൾ മാതൃക നമുക്ക് തയ്യാറാക്കാൻ സാധിച്ചത് തെറ്റായിരുന്നോ? ചട്ടങ്ങളില്ലാത്ത നിയമങ്ങൾ എന്ന അവസ്ഥയ്ക്ക് അറുതി വരുത്താൻ നേതൃത്വം കൊടുത്തത് തെറ്റാണോ? ഗ്രീൻ പ്രോട്ടോക്കോളിലൂടെ നിയമസഭാ സമുച്ചയത്തെ ജൈവ ജീവിതത്തിന്റെ ഭാഗമാക്കിയത് തെറ്റാണോ? പല ആരോപണങ്ങളും നിങ്ങൾ ഉന്നയിച്ചു, ഞാൻ അതിലേക്ക് വരാം. ഇതെല്ലാം തെറ്റാണെങ്കിൽ ആ തെറ്റ് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണത്. മാറ്റത്തിന് അഭിസംബോധന ചെയ്യാത്തവർക്ക് വളരാനാകില്ല. നമ്മുടെ ജനാധിപത്യത്തിന്റെ അന്തസ്സത്തയ്ക്ക് ഇടിവ് പറ്റുന്ന ഒരു കാലത്തിന്റെ കരിനിഴൽ ഇന്ന് ഇന്ത്യയിലുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭരണ സംവിധാനത്തിന്റെ എല്ലാ ഘടകങ്ങളെയും കൈപ്പിടിയിലൊതുക്കുന്ന അസാധാരണമായ ഒരു നീക്കമാണ് ഇന്ന് രാജ്യത്ത് നടക്കുന്നത്. ജനാധിപത്യത്തിന്റെ മധുരത്തെ തന്നെ അതില്ലാതാക്കുമെന്ന് ഏത് രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും പ്രാഥമികമായ ബോധ്യമുണ്ടാകണം. ഈ സാഹചര്യത്തിൽ നിയമനിർമ്മാണ സഭകൾക്ക് പരമ്പരാഗത ചുമതലകളല്ലാതെ പലതും ചെയ്യാൻ കഴിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള വിശ്വാസം പൊതുസമൂഹത്തിനും യുവതലമുറയിലും വളർത്തിയെടുക്കാൻ ബോധപൂർവ്വം ശ്രമിക്കേണ്ട ഒരു കാലമാണിത്. അതൊന്നും അല്പം പോലും നിങ്ങൾ പരിഗണിച്ചില്ല. നിങ്ങൾ ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസിയെ പരിഹസിച്ചു. ഇവിടെയാണ് സോക്രട്ടീസിനെ ഓർമ്മിക്കേണ്ടത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറ്റപത്രത്തിൽ പറയുന്നു, ഈ മനുഷ്യൻ ചിന്താപരമായ പ്രകോപനത്തിലൂടെ യുവത്വത്തെ വഴിതെറ്റിക്കുകയാണ്. ചിന്താപരമായ പ്രകോപനം കൊണ്ട് യുവത്വം ശരിയായ ദിശയിലല്ലാതെ പോകുന്നു, അവർ സമരങ്ങളിലേക്ക് പോകുന്നു എന്ന് സോക്രട്ടീസിന്റെ കുറ്റപത്രത്തിൽ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളുണ്ട്. ബുദ്ധിമാന്മാർ, സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർ ആശയങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. സാധാരണക്കാർ സംഭവങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. നിലവാരം കുറഞ്ഞവർ വ്യക്തികളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അതിലവർ ആനന്ദ നിർവൃതിയാണ്. നിങ്ങളിതിൽ ഏത് വിഭാഗത്തിലാണ് പെടുക എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞാനിപ്പോൾ ഓർക്കുന്നത്, കഴിഞ്ഞ നവംബറിൽ ഗുജറാത്തിലെ കെവാഡിയയിൽ സ്പീക്കർമാരുടെ ദേശീയ സമ്മേളനം ചേർന്നു. ആ സമ്മേളനം നടന്ന സ്ഥലത്താണ് 3000 കോടി രൂപയ്ക്ക് ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ലോകത്തെ ഏറ്റവും വലിയ പ്രതിമ യഥാർത്ഥത്തിൽ ഒരു പ്രത്യേക പ്രദേശം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ആ പ്രത്യേക പ്രദേശത്തിന്റെ ഒരു അവസ്ഥ നമ്മുടെ ദേശത്തെ ചരിത്രത്തെ മാറ്റിയതിനു വേണ്ടി ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. 1980 ഇറങ്ങിയ DD കൊസാംബിയുടെ പ്രസിദ്ധമായ പുസ്തകത്തിന്റെ പേരാണ് മിത്ത് ആൻഡ് റിയാലിറ്റി, മിത്തുകളും യാഥാർത്ഥ്യവും. ചരിത്രം, പ്രാദേശിക ചരിത്രം, ഐതിഹ്യം, മിത്തുകൾ, കേട്ടുകേൾവികൾ, പഴഞ്ചൊല്ലുകൾ ഇതെല്ലാം ഉപയോഗപ്പെടുത്തി എങ്ങനെയാണ് കപട പുനരുദ്ധാനം രൂപീകരിക്കുക, എങ്ങനെയാണ് ചരിത്രത്തെ പുനരാവിഷ്കരിക്കുക എന്നതിനെക്കുറിച്ച് ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ദീർഘവീക്ഷണത്തോടുകൂടി എഴുതിയ പുസ്തകമായിരുന്നു കൊസാംബിയുടെ പുസ്തകം. ആ പുസ്തകം ഇവിടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. 3000 കോടി രൂപയ്ക്കുണ്ടാക്കിയ ആ പ്രതിജ്ഞ കാണാൻ ഇന്ത്യയിലെ എല്ലാ സ്പീക്കർമാരും പോയി. ആ പ്രതിമയുടെ കാൽക്കൽ പുഷ്പാർച്ചന നടത്തണം. പുഷ്പാർച്ചന നടത്തുന്ന സ്ഥലത്ത് എത്താൻ തന്നെ കുറെ കയറിപ്പോകും. പുഷ്പാർച്ചന നടത്തിയിട്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു ട്രിബ്യൂട്ട് നോട്ടുണ്ട്. ആ ട്രിബ്യൂട്ട് നോട്ടിൽ എഴുതാൻ എന്റെ കൂടെ ഉണ്ടായിരുന്ന BJP സ്പീക്കർമാർ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സ്പീക്കർമാരും രാജസ്ഥാനിലെ CP ജോഷിയും കാത്തുക്കാണ്. അവരൊന്നും എഴുതുന്നില്ല. CP ജോഷിനോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം എഴുതണം, നിങ്ങൾ എന്തെഴുതുന്നു എന്ന് അറിഞ്ഞിട്ട് വേണം എനിക്ക് എഴുതാൻ. നിങ്ങളാണ് സീനിയർ, നിങ്ങൾ കേന്ദ്രമന്ത്രിയായിരുന്നു, നിങ്ങൾ എഴുതിക്കൊള്ളൂ, അല്ല നിങ്ങൾ എഴുതണമെന്ന് അദ്ദേഹം നിർബന്ധിച്ചു. അപ്പോൾ ഞാൻ അവിടെ എഴുതി, സർ, യൂണിറ്റി വിത്തൗട്ട് യൂണിഫോമിറ്റി, ഡൈവേഴ്സിറ്റി വിത്തൗട്ട് ഫ്രാഗ്മെന്റേഷൻ, that is India. Indian nationality is nothing other than the agreement among pluralism. The leaders, those who were fought for the unification of our country, I salute, I respect. എന്നെഴുതി. ഇത് വായിച്ചത് അദ്ദേഹം പറഞ്ഞു, CP ജോഷി, ഗുജറാത്തിലെ രാജസ്ഥാനിലെ സ്പീക്കർ, you made it clear, you the people will never compromise your ideology. CP ജോഷിയുടെ ആ കോംപ്ലിമെന്റ് പി ശ്രീരാമകൃഷ്ണൻ നൽകിയ കോംപ്ലിമെന്റ് അല്ല. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ സമരാനുഭവങ്ങളെ കുറിച്ച് ഓർമ്മയില്ല കോൺഗ്രസിന്റെ ഒരു ധാരയുടെ നേതൃത്വം ഇന്ത്യൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് നൽകിയ കോംപ്ലിമെന്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. അതാണ് ഈ രാജ്യത്തെ ഇന്നത്തെ സാഹചര്യം. ഇത് തന്നെയാണ് ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസി സംഭവിച്ചത്. സമ്മേളനത്തിൽ ചർച്ചയ്ക്ക് വന്ന സമയത്ത് രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്ത ദളിത് ആദിവാസി ന്യൂനപക്ഷ സമ്മേളനം, നാഷണൽ വിദ്യാർത്ഥി പാർലമെന്റ്, അതിനെ സംബന്ധിച്ചെല്ലാം ചർച്ച വന്നു. അദ്ദേഹം പറഞ്ഞു, ഡെമോക്രാറ്റിക് എവാലുവേഷൻ ഔട്ട്സൈഡ് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതൊരു പുതിയ ആശയമാണ്. ഈ ആശയം ഇന്ത്യ മുഴുവൻ നടപ്പാക്കണം. അതുകൊണ്ട് ലോകസഭാ സെക്രട്ടേറിയറ്റ് ഇതിന് മുൻകൈ എടുക്കണം. ഇതാണ് ഉന്നയിച്ച് ഞാനല്ല, CP ജോഷിയാണ്, കോൺഗ്രസിന്റെ നേതാവാണ്. ഈ
ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസി സംഘടിപ്പിച്ച സമയം ഏതായിരുന്നു? നേരത്തെ ശ്രീമതി വീണ ജോർജ് ചോദിച്ചു. ഇന്ത്യ മതനിരപേക്ഷതയുടെ സാഹചര്യങ്ങളെ മുഴുവൻ നിഷേധിക്കുകയും ദേശവ്യാപകമായി ഫാസിസത്തിന്റെ പ്രത്യേകമായ ഒരു അവസ്ഥ രൂപപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഇന്ത്യൻ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥി നേതൃത്വത്തിന്റെ ഒരു സംഘമാണ് ഇവിടെ നടന്നത്. ഏതെങ്കിലും കുറെ കുട്ടികളുടെ വരവല്ല. ഓരോ ക്യാമ്പസുകളിൽ നിന്നും തെരഞ്ഞെടുത്ത ഇന്ത്യൻ ക്യാമ്പസ് നേതൃത്വത്തിന്റെ ഒത്തുചേരലാണ്. ആ ഒത്തുചേരലിൽ ഐഡിയ ഓഫ് ഇന്ത്യയാണ് പ്രധാനമായിട്ട് ചർച്ച ചെയ്തത്. ഐഡിയ ഓഫ് ഇന്ത്യ എന്ന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള വിവിധ സെഷനുകളിൽ ഇവരെല്ലാവരും പങ്കെടുത്തു. ശശി തരൂർ, ബഹുമാനായ പ്രതിപക്ഷ നേതാവ് അബ്ദുൾ സമദ് സമദാനി, ഒരു ഘട്ടത്തിൽ ശ്രീ എ പി അനിൽകുമാർ, സജീന്ദ്രൻ, കെ എസ് ശബരിനാഥ്, ആബിദ് ഹുസൈൻ തങ്ങൾ, ശ്രീ ഒ രാജഗോപാൽ, വി എം സുധീരൻ, സി പി ജോൺ, ഇവരെല്ലാം സെഷനുകളിൽ പങ്കെടുത്തു. അന്നൊന്നും ഫെസ്റ്റിവൽ ഓൺ ഡെമോക്രസി തെറ്റാണെന്ന് തോന്നിയിട്ടില്ല. അത് നവീനമായ ഒരു ആശയമാണെന്ന് അദ്ദേഹം പ്രസംഗിച്ച് ഹിന്ദിയിലാണ്. ആ സാഹചര്യത്തെക്കുറിച്ച് അല്പം പോലും ആലോചിക്കാതെയുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. സംസ്ഥാന നിയമസഭകൾ ഇതുപോലെ ഏറ്റെടുക്കണമെന്ന് ആ സമ്മേളനം തീരുമാനിക്കുകയുണ്ടായി. അതുപോലെ ഡിജിറ്റൽ അസംബ്ലി, സഭാ ടി, ലോഞ്ച് നവീകരണം എല്ലാം അനാവശ്യവും തൂർത്തും അഴിമതിയുമാണെന്ന് ഇപ്പൊ പറയുകയാണ്. ഇതൊന്നും സ്പീക്കറുടെ പോക്കറ്റിൽ നിന്ന് തന്നിഷ്ടം പോലെ ചെലവഴിക്കുന്ന പോലെ അല്ലാതെ ആർക്കറിയാം? അങ്ങനെയാണോ? എല്ലാ ക്രമങ്ങളും പാലിച്ചുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അതിനു പുറമെ വിവിധ തരത്തിലുള്ള മോണിറ്ററിംഗ് സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. കരാർ ഒപ്പുവെച്ച 2019 മാർച്ച് 30-ാം തീയതിയാണ്. കരാർ ഒപ്പുവെച്ച തീയതി ശ്രദ്ധിക്കുക. അതിനു മുൻപ് തന്നെ 6 തരത്തിലുള്ള മോണിറ്ററിംഗ് സമിതികൾ രൂപീകരിച്ചു. മോണിറ്ററിംഗിനായി കൈകൊണ്ട നടപടികൾ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ പലരും. പക്ഷെ അതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ ഞാൻ പറയാം. ടെക്നിക്കൽ കമ്മിറ്റി ഇതിന്റെ ചർച്ച ആരംഭിച്ചപ്പോൾ തന്നെ 2018 ജനുവരി 12. സ്റ്റിയറിംഗ് കമ്മിറ്റി 2019 മെയ് 30. വിദഗ്ധ സമിതി 2019 ജൂൺ 12. ഉപദേശക സമിതി 2019 ജൂൺ 12. ടെക്നിക്കൽ വെരിഫിക്കേഷൻ കമ്മിറ്റി എല്ലാ സ്പെസിഫിക്കേഷനും TPR മുഖാന്തരമാണോ എന്ന് സൂക്ഷ്മ പരിശോധന നടത്താൻ വേണ്ടിയുള്ള വെരിഫിക്കേഷൻ കമ്മിറ്റി, എല്ലാ വിഭാഗങ്ങളിലുള്ള എഞ്ചിനീയർമാരെ കൂട്ടിവയ്പ്പിച്ചുകൊണ്ടുള്ള സമിതി 2019 ജൂൺ 28. ഉന്നതതല സമിതി സാമാജികരുടേത് 2020 ജനുവരി 13. അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ട് അവസാനത്തെ സമിതി രൂപീകരിച്ചു. ഡിജിറ്റൽ അസംബ്ലി നടപ്പിലാക്കുമ്പോൾ അതിന്റെ സൂക്ഷ്മമായ പരിശോധനകൾക്ക് വേണ്ടിയിട്ട് 5 കമ്മിറ്റികൾ രൂപീകരിച്ചു. ഈ 5 കമ്മിറ്റികൾ പോരാ, നിയമസഭാ സാമാജികരെ കൂടി ഉൾപ്പെടുത്തണമെന്ന് അങ്ങ് ഒരു കത്ത് നൽകിയപ്പോൾ അതും സ്വീകരിച്ചു. അതാണ് ഉണ്ടായത്. ഈ 5 കമ്മിറ്റികൾ ടെക്നിക്കലി എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കാനുള്ള മോണിറ്ററിംഗ് സമിതികളായിരുന്നു. ഇതൊന്നും നേരിട്ട് നടന്നല്ല. മറ്റൊന്ന്, ലോഞ്ച് നവീകരണം. ലോഞ്ചിന്റെ നവീകരണം തെറ്റാണെന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ 140 ആൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയ സഭ ആവശ്യമുണ്ട്? ഇവിടുന്ന് ആനക്കുട്ടിക്ക് ഊഞ്ഞാലാടുന്നു? ഇത്ര ഉയരം വേണം? ആനയ്ക്ക് ഊഞ്ഞാലാടുന്നു വേണ്ടല്ലോ ഇവിടെ. അങ്ങനെ ചോദിച്ചൂടെ? അത് ഈ മനോഭാവത്തോടെയാണ് ചോദിക്കുന്നത്. അത് ചോദിച്ചൂടെ? നമ്മുടെ മനോഭാവമാണ് പ്രത്യേകത. ഞാൻ പറയുന്നത്, ചെക്കോവിന്റെ പ്രശസ്തമായൊരു കഥയുണ്ട്. ഒരു നാട്ടിലെ 2 കിരീടാവകാശികൾ, അവർക്ക് ധാർമ്മികതയും മനോധർമ്മവും എല്ലാം പഠിപ്പിക്കുന്ന ഒരു ഗുരുനാഥൻ പഠനം കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞു, നല്ലൊരു വെണ്ണക്കൽ കൊട്ടാരുണ്ട്, അത് പോയി കണ്ടിട്ട് ഒരു കുറിപ്പെഴുതി തരാൻ പറഞ്ഞു. ഒരാൾ പോയിട്ട് ആ കൊട്ടാരത്തിന്റെ സർഗ വൈഭവവും തൊഴിലാളികളുടെ കർമ്മരംഗവും അതിനു വേണ്ടിയുള്ള ചാരുഭംഗിയും എല്ലാം നോക്കിയിട്ട് അതിനെ ആദരിച്ചുകൊണ്ട് ഒരു കുറിപ്പെഴുതി കൊടുത്തു. രണ്ടാമത്തെ ആള് ഇത് പണി ഏറ്റെടുത്ത കരാറുകാരൻ എവിടെയൊക്കെ കക്കാൻ സാധിച്ചു, എവിടെയൊക്കെയാണ് അദ്ദേഹത്തിന് പണം കിട്ടിയത്, അതിന്റെ കള്ളത്തരങ്ങളുടെ വിശദാംശം എഴുതി കൊടുത്തു. രണ്ടാമത്തെ ആളെ രാഷ്ട്രഭരണത്തിന് പറ്റാത്ത ആളാണെന്ന് കരുതിയിട്ട് രാജ്യത്ത് നിന്ന് പുറത്താക്കി. ഇതിൽ ഏത് വിവാദത്തിലാണ് നിങ്ങൾ അന്വേഷിച്ചത്? ഏത് വിവാദത്തിലാണ്? മനോഹരമായ ചാരുശില്പം കാണുമ്പോഴും ഈ വികൃത മനോഭാവത്തോടു കൂടി ചിന്തിക്കുന്നത് ശരിയാണെന്ന് നിങ്ങൾ ആലോചിക്കും. പിന്നെ ULCC പണിയേൽപ്പിച്ചു, ശരിയാണെന്നാണ്. ഞാൻ ചില കാര്യങ്ങൾ വായിക്കാം, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ഈ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ ടോട്ടൽ സൊല്യൂഷൻ പ്രൊവൈഡറായിട്ട് അംഗീകരിക്കുകയും സാങ്കേതിക പ്രവൃത്തി ചെയ്യാനുള്ള അനുവാദം കൊടുക്കുകയും ചെയ്ത് IT വകുപ്പിന്റെ ഉത്തരവിറങ്ങിയത്. എന്തുകൊണ്ട് ULCC കൊടുക്കുന്നു? ലോകത്തേതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തങ്ങൾ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട്
പണം ബാക്കിയാണ് നമ്മൾ തിരിച്ചടയ്ക്കാറുണ്ട്. തിരിച്ചടച്ചതിന്റെ ഒരു പട്ടിക നോക്കുക. കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് തിരിച്ചടച്ചത് രാമനാട്ടുകര ഫ്ലൈ ഓവർ 18,18,00,000 തിരിച്ചടച്ചു. തൊണ്ടയാട് ഫ്ലൈ ഓവർ 7,65,00,000 തിരിച്ചടച്ചു. മാവൂർ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് കിട്ടും 1,29,00,000 തിരിച്ചടച്ചു. പേരോട് പാറക്കടവ് ചെറ്റക്കണ്ടി റോഡ് 82,00,000 തിരിച്ചടച്ചു. അല്ലല്ല, എസ്റ്റിമേറ്റ് അംഗീകരിച്ച് വേണമെങ്കിൽ ടി എസ് കിട്ടിയ വർക്കുകൾക്കാണ്. പിൽഗ്രിം ഫെസിലിറ്റേഷൻ 77,00,000. സർഗാലയ ഹാൻഡിക്രാഫ്റ്റ് ട്രെയിനിങ് 74,00,000. ഹാൻഡിക്രാഫ്റ്റ് ട്രെയിനിങ് അക്കാദമി സർഗാലയ ഇരിങ്ങൽ 62,00,000. നബാർഡ് നടുവണ്ണൂർ അരിക്കുളം ഇരിങ്ങത്ത് റോഡ് 50,00,000. ഓഫീസ് പാസ കെട്ടിടം കളമശ്ശേരി 37,00,000. ഇതൊക്കെ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് ഇവർ തിരിച്ചടച്ചതാണ്. ഇനി UDF കാലത്ത് ULCCക്ക് നൽകിയ പ്രവൃത്തികൾ. ULCC ഏറ്റവും വലിയ കൊള്ളസംഘമാണ് എന്നോട് പറഞ്ഞത് ശ്രീ രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമായ ഹരിപ്പാട് 132 കോടി രൂപയുടെ വലിയഴിക്കൽ പാലം നിർമ്മാണം 5 വർഷമായിട്ട് തീർന്നിട്ടില്ല. നിങ്ങൾ കത്ത് കൊടുത്ത് ഡോക്ടർ MK മുനീർ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിലെ തൊണ്ടയാട് ഫ്ലൈ ഓവർ ഫേസ് 1 NH66 51 കോടി രൂപയുടെ പ്രവൃത്തി ടെൻഡർ വിളിച്ചിട്ടാണോ? PK കുഞ്ഞാലിക്കുട്ടി MP മണ്ഡലമായിരുന്ന വേങ്ങരയിലെ നടുക്കുനി വഴിക്കടവ് നിലമ്പൂർ ഇടവണ്ണ മഞ്ചേരി മലപ്പുറം 132 കോടിയുടെ പ്രവൃത്തി ടെൻഡർ വിളിച്ചിട്ടാണോ? KC ജോസഫ് MLA മണ്ഡലമായ ഇരിക്കൂറിൽ 191 കോടി രൂപയുടെ പ്രവൃത്തി. ശ്രീ VS ശിവകുമാർ MLA മണ്ഡലത്തിൽ 50 കോടി രൂപ വെച്ച് നിർമ്മിച്ച കോപ്പറേറ്റീവ് ജിസ്റ്റാർ ഓഫീസ് കോംപ്ലക്സ് കെട്ടിടത്തിന്റെ നിർമ്മാണം. മുൻ മന്ത്രി ഷിബു ബേബി ജോണിന്റെ ചവറയിൽ 44 കോടി രൂപ വെച്ച് നിർമ്മിച്ച ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ കെട്ടിട നിർമ്മാണം. ഇത് വെറുതെ ഗവൺമെന്റ് തീരുമാനിച്ചതല്ല. ഞാൻ വായിക്കാം. ഇത് ഈ പറയുന്ന MLA മാർ കൊടുത്ത കത്താണ്. ചെന്നിത്തല എന്റെ നിയോജകമണ്ഡലത്തെ തൃക്കുന്നപ്പുഴ നേതൃത്വം വായിച്ചു പ്രകാരം A ക്ലാസ് ബൈപ്പാസ് നിർമ്മാണത്തിന് 145 കോടി രൂപയുടെ പ്രവർത്തികൾ ടെൻഡർ നടപടിക്രമങ്ങൾ ഒഴിവാക്കി മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കരാറുകാരായ ഊലാങ്കൽ സൊസൈറ്റിയെ സർക്കാർ ഏൽപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. 1 നമ്മുടെ പ്രമേയാവതാരകൻ ഒരാളെങ്കിലും ഇതിനായിട്ട് വരണമല്ലോ. അദ്ദേഹത്തിന് കത്ത് അല്ല ഇന്ന് പ്രമേയാവതാരകന്റെ കത്താണ്. അമ്മയുടെ കത്താണ്, ഉമ്മറുടെ കത്താണ്. പ്രിയപ്പെട്ട ഇബ്രാഹിം കുഞ്ഞ് സാഹിബ് പൊതുമരാമത്ത് വകുപ്പ് ഡിസ്ട്രിക്ട് ഫ്ലാഗ് പദ്ധതിയിൽ പ്രഖ്യാപിച്ചതും എന്റെ മണ്ഡലമായ മഞ്ചേരിയുടെ കടന്നുപോകുന്ന നാടുകാണി വഴിക്കടവ് നിലമ്പൂർ ഇടവണ്ണ മഞ്ചേരി മലപ്പുറം വേങ്ങര റോഡ് നിർമ്മാണം പെട്ടെന്ന് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ പ്രവൃത്തി കേരള സർക്കാരിന്റെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും ഏജൻസിയായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നൽകുന്നതിന് ഈ പ്രവൃത്തി പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ താൽപര്യപ്പെടുന്നു. നിങ്ങളുടെ കത്തങ്ങളെ അബ്ദുറബ്ബ് ഉബൈദുള്ള കത്ത് ഉബൈദുള്ള ഡോക്ടർ MK മുനീർ കുഞ്ഞാലിക്കുട്ടി ആര്യാദ് മുഹമ്മദ്. ഇതൊക്കെ ശരിയായിരുന്നോ? ഇതൊക്കെ ശരിയാണെങ്കിൽ നിയമസഭാ കോംപ്ലക്സിൽ ഒരു പണി വരെ ഏൽപ്പിച്ച് മാത്രം തെറ്റാവുന്ന എങ്ങനെ? നിങ്ങളുടെ മണ്ഡലങ്ങളിൽ നടത്തുന്ന ഈ പ്രവൃത്തികൾക്ക് വിശ്വാസത്തോടുകൂടി അവരെ തന്നെ ഏൽപ്പിക്കണം. ടെൻഡർ വിളിക്കാതെ നിങ്ങൾ കത്ത് കൊടുക്കുക. ആ കത്തിനടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഗവൺമെന്റ് അവരെ അവാർഡ് ചെയ്യുക. ആ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. നിയമസഭയിൽ നടത്തിയ പ്രവർത്തന മാത്രം തെറ്റാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉളുപ്പുണ്ടെങ്കിൽ പറയാൻ പറ്റുന്നു. നിങ്ങൾ പറയുന്നത് ശരിയാണോ? ഇവിടെ ULCC ULTS അസംബ്ലി ആർക്കെങ്കിലും സബ് കോൺട്രാക്ട് കൊടുത്ത വിവരം ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് അറിഞ്ഞറിയില്ല. ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ ശ്രദ്ധയിലില്ല. അങ്ങനെ സബ് കോൺട്രാക്ട് കൊടുത്തിട്ടില്ല. അങ്ങ് പറഞ്ഞപ്പോഴാണ് അറിയുന്ന പണി നോക്കാം. ഇവിടെ ULTS മാത്രമായിട്ടാണ് കരാറ്. ULTS കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ശൂന്യതയിൽ ഉണ്ടാക്കിയെടുത്തൊരു കഥ വെച്ചുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്. ഏതിനാ അസംബന്ധം? ചോദ്യം ചെയ്തോട്ടെ. എന്റെ മകനാണ്. ഞാൻ അസംബന്ധ ചോദ്യം ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എവിടെ നിന്നോ?
നിങ്ങൾ ശൂന്യതയിൽ നിന്നൊരു കഥ ഉണ്ടാക്കിയിട്ട് ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ പോയെന്ന് ഞാൻ സമ്മതിച്ച് പോയതാണ്. ആ കട ഉദ്ഘാടനം ചെയ്ത സമയത്ത് കടയുടെ ഉടമതയുടെയോ ഉടമസ്ഥന്റെയോ ഡീറ്റെയിൽസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നത് ശരിയാണ്. പാണക്കാട് ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം പോയി, പാണക്കാട് തങ്ങന്മാർ ഉദ്ഘാടനം ചെയ്യുന്ന കടകളുടെ ഉടമസ്ഥന്മാരെ കഥ മുഴുവൻ മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം പോകാറുള്ളത്. ആണോ? ആ ജ്വല്ലറികളുടെ കൂടെ ഡീറ്റെയിൽസ് അറിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അത് സംഭവിച്ചാണ്. അതിന്റെ പേരിൽ നിങ്ങൾ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ കാണിച്ചു കൂട്ടുന്ന ഈ തോന്നിവാസം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബൂമറാങ്ങാവും. ഞാൻ വീണ്ടും പറയും, വിശുദ്ധ ഖുർആൻ നിയമസഭാ സ്പീക്കറാണ് തോന്നിവാസം എന്ന് പറയുന്നത്. തോന്നിവാസം സ്പീക്കറാണ്. തോന്നിവാസം പിൻവലിച്ചു. തെറ്റ്. ഞാൻ ഒരു വഴി കൂടി. തന്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവന്റെ മാംസം ഭക്ഷിക്കുവാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ദൈവത്തെ നിങ്ങൾ സൂക്ഷിക്കുക. വിശുദ്ധ ഖുർആൻ. ദൈവത്തെ നിങ്ങൾ സൂക്ഷിക്കുക. സ്വന്തം സഹോദരനെ കുറിച്ച് ഇത് വിശുദ്ധ ഖുർആൻ നിങ്ങൾ ഓർമ്മിക്കണമെന്ന് പറയും. ഈ അപവാദ പ്രചരണങ്ങളും തെറ്റും പ്രചരിപ്പിക്കുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യമാണ്. അപവാദ പ്രചരണങ്ങൾക്കെതിരെ നടത്തുന്ന ഖുർആന്റെ സൂചനയാണത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത്രേ ഉള്ളൂ. അതുപോലെ ശ്രീ രാജേട്ടൻ ഇവിടെ പറഞ്ഞു തല കുനിക്കണ്ടേ. രാജേട്ടാ, ഞാൻ ഒരു ഇഞ്ച് തല കുനിക്കില്ല. ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. ചെയ്യാത്ത തെറ്റ് തല കുനിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് 100% ഉറപ്പാണ്. പിന്നെ ഒരു വ്യക്തി രൂപപ്പെടുന്നത് എങ്ങനെയാ? മൈക്കില്ലേ? ഒരു വ്യക്തി രൂപപ്പെടുന്നത് ശൂന്യതയിൽ നിന്നല്ല. കഴിഞ്ഞ ഒരു 40 വർഷക്കാലത്തെ ജീവിതത്തിന് അനുഭവത്തിലാണ് ഒരു വ്യക്തി രൂപപ്പെടുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു അഭിപ്രായം രൂപപ്പെടുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരാൾ കള്ളനാണെന്ന് പറഞ്ഞാൽ അതിന്റെ പുറകെ പോയിട്ട് കാളെ വിറ്റുന്നത് കയറെടുത്ത് പോലെയല്ല ചെയ്യേണ്ടത്. നിങ്ങളായാലും മാധ്യമങ്ങളായാലും അത് ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ട് എനിക്ക് 100% പറയാൻ പറ്റും. അങ്ങനെ കസേര പറിച്ചിട്ടത്, അങ്ങനെ വേദിയിൽ കസേര പറിച്ചിട്ടത് Please. ഇരിക്കും. പ്ലീസ്. ഒരാളുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത്, അദ്ദേഹത്തിന്റെ ദർശനം രൂപപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളുടെയും പശ്ചാത്തലത്തിലൂടെയാണ്. ഞാൻ തീർച്ചയായിട്ടും ശ്രീ ഉമ്മർ പറഞ്ഞ പോലെ വലിയ അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞതല്ല. പക്ഷെ ഒരു സാമാന്യ അന്തസ്സ് ഉള്ളൊരു കുടുംബമായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മലബാർ കലാപത്തിൽ മാപ്പിള കുടിയാൻ കർഷകന്മാരുടെ കൂടെ ജയിലിൽ കിടന്ന വള്ളുവനാട്ടിലെ പ്രസിദ്ധനായ ഒരു കോൺഗ്രസ് നേതാവായിരുന്നു ശ്രീ MP നാരായണൻ. അദ്ദേഹത്തിന്റെ കൂടെ കോടതിയിൽ വള്ളുവനാട്ടിലെയും ഏറനാട്ടിലെയും കുടിയാൻ കർഷകരുടെ കേസുകൾ നടത്താൻ വേണ്ടിയും അദ്ദേഹത്തിന്റെ സഹോദരൻ MP ഗോവിന്ദമേനോന്റെ കൂടെ ആ കോട്ടിട്ടിട്ട് പെരിന്തൽമണ്ണ ഹൈസ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി പോയിരുന്ന ഒരു മാഞ്ചേരി രാമൻ നായരെ കുറിച്ച് EMS അദ്ദേഹത്തിന് ആത്മകഥയിൽ പറയുന്നുണ്ട്. എന്റെ പിതാമകനായ മാഞ്ചേരി രാമൻ നായരുടെ ആ സംസ്കാരത്തിന്റെ ബലത്തിൽ ഞാൻ പറയുന്നു, നിങ്ങൾ ഈ പറയുന്ന കാലം വരെഴുതും, ചരിത്രം ഒരു ദിവസം അവസാനിക്കാൻ പോകുന്നതല്ല. ഒരു സംശയവും വേണ്ട. ഈ സൗഹൃദത്തിന്റെയും ഈ അന്തരീക്ഷത്തിന്റെയും ബലത്തിലാണ് ഞാൻ ഒരിക്കലും ഈ സഭാതലത്തിൽ തന്നെ പറഞ്ഞത്. അറേബ്യയിലെ ഏത് അത്തറിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ, മാക്ബത്ത് പറഞ്ഞിട്ട്, അറേബ്യയിലെ ഏത് അത്തറിന്റെ സുഗന്ധത്തെക്കാളും സ്നേഹത്തിന്റെ സുഗന്ധമുള്ള നാടാണ് മലപ്പുറം എന്ന് ഞാനിവിടെ പറഞ്ഞതും ഈ അനുഭവത്തിൽ നിന്നാണ്. അതുകൊണ്ട് അപവാദ പ്രചരണങ്ങളുടെയും നുണപ്രചരണങ്ങളെയും ബലത്തിൽ കെട്ടിപ്പൊക്കിയ ഈ വാർത്ത, ഈ പ്രചരണം തള്ളിക്കളയണമെന്നും ഈ അവിശ്വാസ പ്രമേയം തള്ളിക്കളയണമെന്നും ഞാൻ സഭാംഗങ്ങളോട് ഞങ്ങൾ കരുതിയത് അങ്ങ് സ്ഥാനത്ത് നിന്ന് അതുവരെ മാറി നിൽക്കുമെന്നാണ് അങ്ങ് പറയാൻ പോകുന്നതെന്നാണ്. നിഷേധിച്ച് ഞങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത്.
യെസ് പ്ലീസ് പ്ലീസ്. ഇത് വായിക്കാം അല്ലേ? യെസ്. പ്രമേയത്തെ അനുകൂലിക്കുന്നവർ ഭരണഘടനയുടെ 179C അനുച്ഛേദനം അനുസരിച്ചുള്ള ഭൂരിപക്ഷം പ്രമേയത്തിന് ലഭിക്കാത്തതുകൊണ്ട് പ്രമേയം സഭ നിരാകരിച്ചിരിക്കുന്നു.